ഇന്നത്തെ സുവിശേഷം നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടി കർത്താവിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ? പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുന്നുണ്ടോ? അതൊക്കെ ഏറ്റവും നല്ല സ്പിരിച്വാലിറ്റിയാണെന്ന് വ്യാഖ്യാനിക്കുന്ന ഗോസ്പലാണത്. കാര്യം, രണ്ട് ക്യാരക്ടേഴ്സിനെ യേശു എന്ന ഉപമയിലൂടെ കാണിക്കുകയാണ്. ഒന്ന്, ന്യായാധിപൻ. അയാൾ ദൈവത്തെ ഭയക്കാത്തവനും മനുഷ്യരെ മാനിക്കാത്തവനുമാണെന്ന് സുവിശേഷത്തിൽ ആദ്യമേ ഓർമ്മിപ്പിക്കും. രണ്ടാമത്തെ ഒരു ക്യാരക്ടർ വിധവയാണ്. വിധവ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ തന്നെ ഏറ്റവും നിസ്സഹായരായ മനുഷ്യരെ ഓർമ്മിപ്പിക്കുന്ന ഒരു ജീവിതമാണ്. പുറപ്പാട് പുസ്തകം 22-ാം അധ്യായം 22-ാം വാക്യത്തിൽ, നിയമാവർത്തന പുസ്തകം 10-ാം അധ്യായം 18-ാം വാക്യത്തിലൊക്കെ നമ്മൾ കാണുന്നത് ഈ വിധവയുടെ ഒരു നിസ്സഹായ അവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് എക്സ്ട്രീം ലൈഫ് ലീഡ് ചെയ്യുന്ന രണ്ട് പേര് അവർ നീതിക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ അതെങ്ങനെ ശരിയാവും? അവർ നീതിക്ക് വേണ്ടി പോരാടുമ്പോൾ നീതി കിട്ടുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെ ശരിയാവും? ഒരു കാര്യം ഉറപ്പാണ്, വിധവയായ ഒരു സ്ത്രീക്ക് പോലും ആ ന്യായാധിപൻ ശല്യം കൊണ്ട് നീതി നടപ്പിലാക്കി കൊടുത്തെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവും നീതി നടപ്പിലാക്കി തരും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, നമ്മളുടെ ജീവിതത്തിലുണ്ടാകേണ്ട ഏറ്റവും നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ നീതിക്ക് ചേർന്നതാണ്. നമുക്ക് ജീവിതത്തിന് ഏറ്റവും അനുയോജ്യമായതൊക്കെ നീതിയുമായി പൊരുത്തപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ നീതി നടത്താൻ നമ്മുടെ ദൈവം നമ്മളെക്കാളും അധികം തൽപരനാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഗോസ്പൽ പഠിപ്പിക്കുന്നത്. വെറുതെ അഷ്ടസൗഭാഗ്യങ്ങൾ എടുത്തു നോക്കിയേ. അഷ്ടസൗഭാഗ്യങ്ങൾ 8 എന്നാണല്ലോ നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി എണ്ണി നോക്കിയാൽ അതിൽ 8 7 ഉള്ളൂ. ഈ നീതിയുടെ കാര്യം വരുമ്പോൾ അത് കൃത്യമായി ഇരട്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർ സംതൃപ്തരാക്കപ്പെടുമെന്നും എന്ന് പറഞ്ഞ വാക്ക് വീണ്ടും നീതിക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഇരട്ടിക്കപ്പെട്ടു. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ നീതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും ഇരട്ടിക്കപ്പെട്ടിട്ടുണ്ട്. ക്രിസ്തു ഒരു നീതിമാനായിരുന്നല്ലോ. അതല്ലേ കുരിശുമരണത്തിൻ്റെ അവസാന നിമിഷം ശതാധിപൻ വിളിച്ചു പറഞ്ഞത്, ഇവൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു. അങ്ങനെയാണെങ്കിൽ നീതി നടപ്പിലാക്കാൻ വേണ്ടി, നമ്മളുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി നമുക്ക് മുമ്പേ നിൽക്കുന്നത് ക്രിസ്തു തന്നെയാണ്. എന്താണ് അപ്പോൾ നീതി? നീതി എന്ന് വെച്ചാൽ അർഹതപ്പെട്ടവന് അറിയിക്കുന്നത് നൽകുന്നതാണ് നീതി. നീതി ഒരു ഔദാര്യമല്ല, ഒരു ഭിക്ഷയല്ല, ദാനമല്ല, മറിച്ച് ദൈവത്തോടും മനുഷ്യരോടും ഓരോരുത്തരും കാട്ടുന്ന സ്നേഹത്തിൻ്റെ അളവാണ് നീതി. മത്തായി സുവിശേഷം 24-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അനീതിയിൽ സ്നേഹം കെട്ടുപോകുന്നു. ഇങ്ങനെ സ്നേഹവും നീതിയും തമ്മിൽ ഒരു അഗാധമായ ബന്ധമുണ്ടെന്ന് വീണ്ടും പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കും. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ അനീതിയിൽ സ്നേഹം സന്തോഷിക്കുന്നില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമല്ലേ? ഈ തണുത്തു പോകാത്ത സ്നേഹത്തിൻ്റെ കഥ പറയാൻ നീതിയോടെ ജീവിക്കേണ്ട ഒരു ബാധ്യത ദൈവത്തിന് മാത്രമല്ല നമുക്കും ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഇന്നത്തെ സുവിശേഷത്തിൽ ദൈവം നമ്മുടെ നീതി നടത്തിത്തരുമെന്ന് അവസാനിക്കുന്നിടത്ത് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: നമ്മൾ നമ്മുടെ നീതി നടപ്പിലാക്കുന്നുണ്ടോ? ഈ സ്നേഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ട നീതി നടപ്പിലാക്കുന്നുണ്ടോ? നീതി എന്ന് വെച്ചാൽ അപ്പോൾ എന്താണ്? നമ്മുടെ കൂടെയുള്ള മനുഷ്യരോട് നമ്മൾ പെരുമാറുന്ന എന്തും നീതിയാണ്. കാട്ടുന്ന സ്നേഹങ്ങളൊക്കെ നീതിയാണ്. നമ്മൾ ഒരു ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഗ്ലാസ്സിൽ വന്ന് മുട്ടിയിട്ട് കൈ നീട്ടുന്ന ഒരാളോട് നമ്മൾ കൊടുക്കേണ്ട ആ 5 രൂപ കാശ് പോലും നീതിയുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളുടെ കൂടെ ജീവിക്കുന്ന ഒരു ജീവിത പങ്കാളിയോ മക്കളോ ഒക്കെ ആയിക്കോട്ടെ, അവരോട് നമ്മൾ കാട്ടുന്ന സ്നേഹമൊക്കെ നീതിയാണ്. അതൊന്നും ഔദാര്യമോ അതൊന്നും ഭിക്ഷയോ ദാനമോ അല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഞായറാഴ്ച നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യം ഇതാണ്: നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നീതി നടപ്പിലാക്കാൻ നമ്മൾ എത്രത്തോളം യാത്ര ചെയ്യുന്നുണ്ട്? മിഷൻ ഞായറാഴ്ച കൂടിയാണ് ഈ ഞായറാഴ്ച. അങ്ങനെയാണെങ്കിൽ നമ്മൾ സുവിശേഷം പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ആ സുവിശേഷം പ്രഘോഷിക്കേണ്ട നമ്മൾ തന്നെ എന്തുമാത്രം സുവിശേഷം പ്രഘോഷിക്കുന്നുണ്ട്, എന്തുമാത്രം പേരോട് ക്രിസ്തുവിനെക്കുറിച്ച് പകർന്നു കൊടുക്കുന്നുണ്ട്. ഇന്ന് കത്തോലിക്കാ സഭയുടെ ഏറ്റവും വലിയ മനോഹാരിത എന്തെന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കൈമാറുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നീതിബോധത്തിൽ നമുക്കും പെടുത്തേണ്ട ഒരു കാര്യം ഇതാണ്: നമുക്ക് ലഭിച്ച ക്രിസ്തുവിനെ കൈമാറണം. അതുപോലും നീതിബോധവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.